സത്യം പറഞ്ഞ ആ ടെൻഡർ ഫയൽ ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊന്നും വേണ്ടി വരില്ലായിരുന്നു. അയ്യോ, എന്നുവെച്ചാൽ സാന്ദ്ര മാഡം ജോലിക്ക് വരാത്തതിന് കാരണം ഞാനാണെന്നാണോ സാർ പറയുന്നത്? ഏയ്, മാഡം കാരണമാണെന്ന് ഞാനെപ്പോ പറഞ്ഞു? ആക്ച്വലി ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. ഓഫീസിൽ ചില പ്രശ്നങ്ങളുണ്ടായെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും രവിവർമ്മൻ സാറ് വരുമ്പോ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സാറ് വരുന്നവരെ മാഡം വെയിറ്റ് ചെയ്യൂ പ്ലീസ്. ചേട്ടായി, ഗുഡ് മോർണിംഗ് സാർ. വെരി ഗുഡ് മോർണിംഗ്. ചേട്ടായി ഇല്ലേ ഇവിടെ? സാന്ദ്ര മാഡത്തിനോട് എന്തോ ഡിസ്കഷന് വേണ്ടി പുറത്തു പോയിരിക്കാ സർ. ഓ ഐ സി. ശ്രീലക്ഷ്മി, താൻ ആ കോൺട്രാക്ട് പേപ്പർ സൈൻ ചെയ്തോ? അതിനാണോ ഇന്ന് വന്നത്? ചേട്ടായി സൂചിപ്പിച്ചിരുന്നു. യെസ് സർ, അതിനാ വന്നത്. സൈൻ ചെയ്തോ? പേപ്പേഴ്സ് അവിടെ തരൂ, നോക്കട്ടെ. ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല സർ. പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താ? വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? അല്ല, കോൺട്രാക്ടിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, വി ക്യാൻ സോർട്ട് ഇറ്റ് ഔട്ട്. ഏയ്, ഒന്നുമില്ല സർ. ചേഞ്ചസ് ഒന്നും വേണ്ട, എല്ലാം എനിക്ക് സമ്മതമാണ്. സമ്മതമാണെങ്കിൽ പിന്നെ വേറെ എന്താ പ്രോബ്ലം? എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? കം ഓൺ ശ്രീലക്ഷ്മി, സൈൻ ദ പേപ്പേഴ്സ് നൗ. മൈ ഗോഡ്, സർ ഇങ്ങോട്ട് കയറി വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാനൊരു 2 മിനിറ്റിനകം വരാം. ഈ മെഡിസിൻ ഒന്ന് കൊടുത്തിട്ട്. സർ, ഇതാണ് എന്റെ അമ്മ. പാരാലിസിസ് വന്ന് കിടപ്പിലാണ്. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി ആക്ച്വലി. നമസ്കാരം. ഞാൻ രവിചന്ദ്രവർമ്മൻ. ഞാനും സാൻഡ്രയും ഒരു ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. എന്താ സാറിന് സുഖമാണോന്ന് അമ്മ ചോദിക്കുന്നേ? സുഖമായിരിക്കുന്നമ്മേ. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? കൊടുക്കാമ്മ. സാറ് ചായ അധികം കുടിക്കാറില്ല. ഗ്രീൻ ടീയാ ഇഷ്ടം. ഞാൻ ഉടനെ ഉണ്ടാക്കി കൊടുത്തോളാം. അമ്മ എന്താ പറയുന്നത്? എന്താ അമ്മേ? സർ സംസാരിക്കൂ സർ. ഇറ്റ്സ് ഓക്കേ. മോള് അമ്മ പ്ലീസ് മതി. ഹലോ. ഹലോ സർ. ഞാൻ ഒരു തവണ ഫോൺ കട്ട് ചെയ്താൽ അതിന്റെ അർത്ഥം ഞാൻ ബിസിയാണെന്ന്. പ്ലീസ് ഡു അണ്ടർസ്റ്റാൻഡ്, ഓക്കെ? ഹലോ ഹലോ. ഞാൻ എന്നും എപ്പോഴും തന്നോടൊപ്പം ഉണ്ടാവുന്ന അല്പം പോലും ചിന്തിച്ചില്ല താൻ.
Now I'm telling you, just remember one thing every day. I am there for you. I'm always there for you. കൂടെ ഉണ്ടാവും ഏത് കാര്യത്തിനും. Happy? Well, I don't know what to say, sir. I'm extremely happy now. ശ്വാസം മുട്ടുന്ന സമയത്ത് തണുത്ത കാറ്റ് വീശുന്ന പോലെയുണ്ട് സാർ ഇപ്പോ. എന്റെ ലൈഫില് ആരും ഇല്ലെന്നാ ഞാൻ കരുതിയിരുന്നത്. ഇന്നത് മാറി. And it happened just because of you. So I thank you, sir. Thank you very much. Hey, come on. It's my pleasure. ആ റാഫി, മെയിൽ അയച്ചിട്ടുണ്ടേ, നോക്കിയിട്ട് എന്നെ ഒന്ന് വിളിക്കേ. ആ ആ താൻ ഇപ്പോഴും അവിടെ നിൽക്കുവാണോ? വാട്ട്സ് റോങ് വിത്ത് യു ശ്രീലക്ഷ്മി? ഒരു സൈൻ ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ട് എന്തിനാണ്? സി, യു ഷുഡ് ട്രസ്റ്റ് മീ ഫസ്റ്റ്. അന്ന് ടെൻഡർ ഫയലിന്റെ കാര്യത്തിൽ പറ്റിയ അബദ്ധത്തിന് വി ആർ വെരി സോറി അബൌട്ട് ഇറ്റ്. ഇനി അതുപോലത്തെ മിസ്റ്റേക്സുകളൊന്നും ഈ ഓഫീസിൽ ഉണ്ടാവില്ല. അയ്യോ സർ, അതൊന്നും അല്ല കാര്യം. ഞാനതൊക്കെ അപ്പൊ തന്നെ മറന്നു കഴിഞ്ഞതാ. പിന്നെ ഒരു സൈൻ ചെയ്യുന്നതിന് എന്തിനാ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടുന്നത്? കമോൺ, സൈൻ ദ പേപ്പേഴ്സ്. കമോൺ 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 കമോൺ. ഹലോ രേഖ, വാട്സ്ആപ്പ്. രഘു, എനിക്ക് രഘുവിന്റെ അടുത്ത് ഒരു വെരി വെരി ഇമ്പോർട്ടന്റ് വിഷയം സംസാരിക്കാനുണ്ട്. രഘു പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. ഏയ് നോ 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 രേഖ, ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് എ മീറ്റിംഗ്. നമുക്ക് വൈകുന്നേരമേ കാണാൻ പറ്റൂ. ഹലോ രേഖ. ഹലോ 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 രേഖ. എന്ത് മിഡിൽ ഓഫ് ദ മീറ്റിംഗ് ആണെങ്കിലും ഞാൻ ഇമ്പോർട്ടന്റ് വിഷയമാണെന്ന് പറഞ്ഞിട്ടും എന്റെ വാക്കിന് ഒരു വിലയും ഇല്ല അല്ലേ? അപ്പൊ അത് രേഖ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഞാൻ ഓഫീസിൽ വന്ന് കേറിയതേ. ഓക്കെ ഓക്കെ ഫൈൻ, ഞാൻ രഘുവിനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. എന്റെ വാക്കിനും ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ കാര്യത്തിനും വില കൽപ്പിക്കുന്ന ആളല്ല എന്റെ ഭർത്താവെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, യു ജസ്റ്റ് ക്യാരി ഓൺ. ഓഫീസിലെ പണി നടക്കട്ടെ, ഞാൻ ഫോൺ വെക്കുന്നു. രേഖ, വെയിറ്റ് 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 വെയിറ്റ്, ഞാൻ വരാം ഞാൻ വരാം. ഹലോ ഹലോ ഹലോ. ഓ മൈ ഗോഡ്, ഇതൊരു തൊന്തരവാവോലോ. ആ ശ്രീലക്ഷ്മി, താൻ പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്ത് രാജാറാമിന്റെ കൈ കൊടുത്താൽ മതി. ശരി സർ. ആ രാജാറാം സർ, ഐ ഹാവ് ടു ലീവ് ഇമ്മീഡിയറ്റ്ലി. വീട്ടിൽ ചില അത്യാവശ്യങ്ങളുണ്ട്. ഓക്കെ ഓക്കെ സർ. ശരി, തൽക്കാലം 2 വർഷം തന്നാൽ എങ്ങനെ ഇരിക്കും? 2 വർഷോ? വാട്ട് യു മീൻ? നീ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചില്ലേ? അപ്പോ 2 വർഷം നിന്നെ ജയിലിനകത്ത് ഇടട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത്. ജയിലിലൊക്കെ ഇപ്പൊ നല്ല ശാപ്പാണ്. അത് രഘു തന്നെ അങ്ങ് കഴിച്ചാ മതി. എന്റെ മനസ്സിലിപ്പോ ബ്രദർ ലോയോട് വളരെ ബഹുമാനോ.
ഇനി ഒരിക്കലും ഞാൻ ബ്രദർ ഇൻ ലോയോട് റൂഡായിട്ട് സംസാരിക്കില്ല രഘു. ഹീസ് റിയലി എ നൈസ് പേഴ്സൺ. കുറെ നേരമായിട്ട് ഞാൻ ബ്രദർ ഇൻ ലോയെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഹീസ് എൻ എൻറ്റയർലി ഡിഫറെന്റ് പേഴ്സൺ. ഞാൻ ആലോചിക്കായിരുന്നു, ഈ സാധാരണക്കാരുടെ വീട്ടില് സീക്രട്ട് റൂമൊക്കെ ഉണ്ടോന്ന്. ഞാൻ എവിടെയും കേട്ടിട്ടേ ഇല്ല. ഈ സാധാരണക്കാരുടെ വീട്ടില് ടെൻഷൻ വരുമ്പോ ആരെങ്കിലും തോക്കെടുത്ത് ഫയറിംഗ് നടത്താറുണ്ടോ? നോ. ഈ ബ്രദർ ഇൻ ലോ വലിയ വ്യക്തി മാത്രമല്ല, ഒരുപാട് രഹസ്യങ്ങളുടെ കലവറ കൂടിയാണെന്ന എന്റെ ഒരു സംശയം. എനിക്ക് തോന്നുന്നത് ബ്രദർ ഇൻ ലോ ഇഷ്ടപ്പെട്ട ഏതോ ഒരു പെൺകുട്ടി വേറെ കല്യാണം കഴിച്ച് പോയി കാണുന്ന. അതിന്റെ നൈരാശ്യത്തിലായിരിക്കും ബ്രദർ ഇൻ ലോ ഇങ്ങനെ ഒറ്റയാന്തടിയായിട്ട് നടക്കുന്നത്. അല്ലെങ്കിലും ഇത്രയും വലിയൊരു ബിസിനസ്മാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയേണ്ട കാര്യം എന്താ? എന്തായാലും എത്രയും പെട്ടെന്ന് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ബ്രദർ ഇൻ ലോയെ നമുക്ക് കല്യാണം കഴിപ്പിക്കണം. അപ്പോഴേക്കും സത്യം പുറത്തു വരുമല്ലോ, ഈ ബ്രദർ ഇൻ ലോയുടെ സീക്രട്ട് റൂമിന്റെ സീക്രട്ട് എന്താണെന്ന്. രഘു, ശ്രീലക്ഷ്മി ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്തായടി ഫയലൊക്കെ ഒപ്പിട്ട് നീ വലിയ മാനേജർ മാഡം ഒക്കെ ആയോ? യെസ്, വെരി ഗുഡ്. അപ്പൊ ഇനി ശമ്പളമൊക്കെ കൂടുതൽ കിട്ടുമല്ലോ അല്ലേ? അങ്ങനെ ഒരുപാട് ശമ്പളം കിട്ടുവാണെങ്കിലേ ശ്രീലക്ഷ്മി നമുക്ക് ട്രീറ്റ് നടത്തണം കേട്ടോ. ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡ്. നീ ഇങ്ങനെ വെറുതെ തംസപ്പ് കാണിക്കാതെ കാര്യം പറ ശ്രീ. നിനക്ക് ഈ സ്ഥാനക്കയറ്റം കിട്ടിയപ്പോ സാന്ദ്ര മാഡത്തിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. അതാ വലിയ വിഷമായി പോയത് കൃഷ്ണ. സാന്ദ്ര മാഡത്തിന്റെ അമ്മ സുഖമില്ലാതെ കിടക്കുക. ഷീസ് ഇൻ എ സിങ്കിങ് സ്റ്റേജ്. സാന്ദ്ര മാഡത്തിന് അമ്മയുണ്ടോ? അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞപ്പോഴല്ലേ പണ്ട് ശ്രീലക്ഷ്മിക്ക് ലണ്ടനിൽ പോകാൻ ചാൻസ് കിട്ടിയത്? ഓ, അവരല്ലേ ആള്. എന്തെങ്കിലുമൊക്കെ കള്ളം ജയിക്കാൻ അച്ഛനെ വേണമെങ്കിൽ അമ്മയോ ആക്കും, അമ്മയെ വേണമെങ്കിൽ അമ്മായിയോ ആക്കും. കാഞ്ഞ ബുദ്ധിയാ. എവിടെ എങ്ങനെ എന്ത് കള്ളം പറയുന്ന പറയാനും പറ്റില്ല. ഇതും അതുപോലൊരു ട്രാപ്പ് ആവാനാ സാധ്യത. അങ്ങനെയല്ല കൃഷ്ണ. ഇത് രവിവർമ്മൻ സാർ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കിയ കാര്യ. പാവം, ആ അമ്മ വർഷങ്ങളായിട്ട് പാരലൈസ്ഡ് ആയിട്ട് കിടക്കുക. മാഡം ഓഫീസിൽ പോയാ പിന്നെ നോക്കാനായിട്ട് ആളില്ല. ആണോ? ഇത്രയും സിമ്പതി ആണെങ്കിൽ പിന്നെ നീ തന്നെ പോയി നിന്ന് ശുശ്രൂഷിക്കാത്തത് എന്താ? അല്ലെങ്കിൽ നിന്റെ അമ്മയെ അയച്ചാ മതി. ആന്റിയുടെ സംസാരം കേട്ടാ മതി. ഏത് തളർന്നു കിടക്കുന്ന ആളും എണീറ്റ് ഓടിക്കോളും. നീ അങ്ങനെ കളിയാക്കണ്ട. മാഡത്തിന്റെ അമ്മയുടെ കാര്യം കേട്ടപ്പോ എനിക്ക് നല്ല സങ്കടായി. അതുകൊണ്ട് ഞാൻ നമ്മുടെ മായേച്ചയെ വിളിച്ച് ഇങ്ങോട്ട് വരുമോന്ന് ചോദിച്ചിരിക്ക, സാന്ദ്ര മാഡത്തിന്റെ വീട്ടിലേക്ക് അയക്കാൻ. ആര്? നിന്റെ വല്യമ്മയുടെ മോള് സിസ്റ്റർ മായയോ? അതെ, മായേച്ചി തന്നെ. ഹായ്, അടിപൊളി. മായേച്ചി വന്നാ ഇടയ്ക്കിടയ്ക്ക് ഐസ്ക്രീമും കപ്പലണ്ടി മുട്ടായി ഒക്കെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. ഇന്നാൾ ഓണത്തിനോട് വന്നു നിന്നപ്പോ കോളായിരുന്നു. അന്നൊക്കെ മായേച്ചിക്ക് ഹോസ്പിറ്റലിലെ ജോലി ഉണ്ടായിരുന്നു. പിന്നീട് ഹോസ്പിറ്റൽ മുറ്റത്ത് ശമ്പള വർധനവിന് സമരം ഉണ്ടായപ്പോ കുറെ പേരെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ മായേച്ചിയും പെട്ടു. ഇപ്പൊ ആളൊരു ജോലി അന്വേഷിക്ക. അതാ ഞാനും വിചാരിച്ച് മായേച്ചി സാന്ദ്ര മാഡത്തിന്റെ വീട്ടിലേക്ക് അയക്കാന്ന്. ശ്രീകുട്ടി, പറഞ്ഞു തീർന്നില്ലല്ലോ, നീ ആളെത്തി. ഇല്ല സർ, ഞാൻ വീട്ടിൽ പോയിട്ട്. വീട്ടിൽ ഭക്ഷണം ഉണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ ഉടൻ പോകാനായിട്ട് ഇത്ര ധൃതി എന്താ എനിക്ക്? ഇരിക്കടോ, ഭക്ഷണം ഇപ്പൊ എത്തും. ഇവിടെ
സാർ ആ ദേ നോക്ക്, നമ്മുടെ അന്നദാതം എത്തിയല്ലോ. നജീബ് അവിടെ വെക്കൂ. അല്ല, മാഡം ഇവിടെ ഉണ്ടായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ മാഡത്തിനോട് ഭക്ഷണം കൊണ്ടുവരായിരുന്നു. ഏയ് കുഴപ്പമില്ല, ഞങ്ങൾ ഇതിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിച്ചോളാം. നജീബ് പോയിക്കാം. അയ്യോ അത് വേണ്ട സർ, പകുതി കഴിച്ച സാറിന്റെ വയറെന്നറിയില്ല. ഷെയർ ചെയ്ത് കഴിച്ചാ ഏത് വയറും നിറയുമെന്നാ പറയാറുള്ളത്. എന്നാലും വേണ്ട സർ, സാറിന് കൊണ്ടുവന്നല്ലേ, സാറ് കഴിച്ചോളൂ. അല്ലെങ്കിൽ നജീബിക്ക ഫുഡ് ഒരെണ്ണം കൂടി കൊണ്ടുവരാൻ പറ്റുമോ? ശരി വേണം, ഇപ്പൊ കൊണ്ടുവരാം. ഒരു മിനിറ്റ്. ഇരിക്കോളൂ. യു നോ സംതിങ്, സായന്ത്രം മടങ്ങി വന്ന ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നേരെയാകുന്നതുവരെ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല. എപ്പോഴും ടെൻഷൻസ്. സർ, അതിനും ഇതിനും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാണ് എന്റെ പക്ഷം. വിശന്നിരുന്നാൽ അന്നപൂർണേശ്വരി കോപിക്കുന്ന അമ്മ പറയാറുള്ളത്. ഓ അത് ശരി. പക്ഷെ അന്നപൂർണേശ്വരിയാണോ അതോ ശ്രീലക്ഷ്മി പൂർണേശ്വരിയാണോ? എനിക്കൊരു സംശയം. കുഴപ്പമില്ല, ഞാൻ അമ്മയെ നന്നായിട്ട് നോക്കിക്കോളാം. വിശ്വസിക്കാൻ കുട്ടിക്ക്. പിന്നെ ബുദ്ധിമുട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് മാത്രമല്ല, കുട്ടിക്കുള്ള ഭക്ഷണവും കൂടി ഞാൻ ഉണ്ടാക്കി വെക്കാം. ഞാനെന്തായാലും ഇവിടെ ഉണ്ടല്ലോ. ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ടാ. അയ്യോ, തീർച്ചയായിട്ടും സന്തോഷം. ഞാനിത് എങ്ങനെ പറയൂന്ന് ആലോചിക്കുകയായിരുന്നു. ചേച്ചി തന്നെ ഇങ്ങോട്ട് പറഞ്ഞത് നന്നായി. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ്. എനിക്കും സമാധാനത്തോടെ ഓഫീസിൽ പോവാം. ചിലപ്പോ ഓഫീസിൽ നിന്ന് വരുമ്പോ ലേറ്റ് ആവും. ദിവസവും ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ആഹാരം എടുത്ത് കഴിച്ച് മടുത്തുപോയി. താങ്ക് യു വെരി മച്ച് മായ ചേച്ചി. പിന്നെ ശമ്പളത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അതിനെപ്പറ്റിയൊന്നും ഇവിടെ സംസാരിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ശമ്പളത്തിന്റെ കാര്യമെല്ലാം കമ്പനിയാ നോക്കുന്നേ. ഓ ഐ സീ, ദാറ്റ്സ് നൈസ്. ദാ ഇത് നോക്കിക്കോളൂ, ഞാനിപ്പോ വരാം. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതൊന്നുമില്ല അമ്മേ, ഞാൻ വേറെന്തോ ഓർത്തപ്പോ ശ്രീലക്ഷ്മിയെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് ചേട്ടായി പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഇപ്പൊ തന്നെ അറിയാതെ പറഞ്ഞ് സർപ്രൈസ് കളഞ്ഞേനെ. ചില സമയങ്ങളിൽ എന്റെ ഒരു കാര്യം. രഘു നിക്ക്, നീ എന്ത് പ്ലാനാ ചെയ്തു വെച്ചിരിക്കുന്നത്? പറഞ്ഞിട്ട് പോയാ മതി. അയ്യോ, എന്റെ അമ്മ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ചേട്ടായി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. പറഞ്ഞാലും ഇല്ലെങ്കിലും ദേ, ഞാനൊരു കാര്യം ഇപ്പോഴേ പറയുക. എന്റെ ബർത്ത്ഡേക്ക് വലിയ ആഘോഷമൊന്നും വേണ്ട ഇവിടെ. നിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇവിടെ നടന്ന പൂരകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി അതുപോലൊന്ന് എന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര തന്നെ. അതെന്നെ ഒന്ന് കുട്ടിയതാണല്ലോ. വരട്ടെ, എനിക്കും കിട്ടും അവസരം. ദാറ്റ്സ് ഗുഡ്. എന്നാ കേട്ടോളൂ, അവിടെ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന് പുതിയൊരു ഹെഡിനെ അപ്പോയിന്റ് ചെയ്യാൻ പോവാണ്. സംവാട്ട് ലൈക്ക് യുവർ ഈക്വൽ പൊസിഷൻ. ആ വരുന്ന ഹെഡിന് എന്റെ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞറിയിക്കണം. കൂട്ടത്തിലൊരു ഷേക്ക് ഹാൻഡും ഹഗും കിസും കൂടി നൽകിയ കൂടുതൽ സന്തോഷമാകും എനിക്ക്. ബട്ട് മാം, അത് രാജനന്ദിനി സാരീസ് ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോ, ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോ അതൊരു പുതിയ പ്ലാനിങ്ങാ. അതിനൊരു പുതിയ ഹെഡ് ഉണ്ടാവുന്ന ഞാൻ ഉദ്ദേശിച്ചത്. അയാൾക്ക് കൊടുക്കാൻ ഞാനൊരു ബൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട്. സാന്ദ്ര വേണം എനിക്ക് വേണ്ടി അത് കൊടുക്കാൻ. നോ നോ നോ, സോറി മാം. നമ്മുടെ കമ്പനിയിലെ ടിൽ ഡേറ്റ് രാജനന്ദിനി സാരീസിന് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇല്ല. പിന്നെങ്ങനെയാ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റിന് പുതിയൊരു ഹെഡ് വരുന്നത്? ആ കാര്യങ്ങളെല്ലാം നോക്കുന്നത് നമ്മുടെ ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാ. മാഡത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു തോന്നുന്നു. ഓക്കെ,
അങ്ങനെയെങ്കിൽ അങ്ങനെ. യു നീഡ് ടു ക്യാച്ച് അപ്പ് എ ലോട്ട്. ഞാനൊന്നും പറയുന്നില്ലേ. പൂരം കാണാൻ ഇറങ്ങിക്കഴിഞ്ഞവരോട് ഞാനത് വർണ്ണിക്കേണ്ട കാര്യമില്ലല്ലോ. എനിവേസ്, ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. ആദ്യം അമ്മയോടും അവളുടെ വീട്ടുകാരോടും വേണം സംസാരിക്കാൻ. താങ്ക്സ് ലോട്ട്. രാജാറാം, അമ്മയുടെ ബർത്ത്ഡേക്ക് അമ്മ നമ്മുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. അന്ന് ശ്രീലക്ഷ്മിയെ അമ്മയ്ക്ക് വിശദമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കണം. അത് കഴിഞ്ഞ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. എല്ലാം വിചാരിക്കുന്നത് പോലെ നടക്കുകയാണെങ്കിൽ നീ നേരത്തെ പറഞ്ഞില്ലേ, കൊട്ടിന്റെ കൂടെ ഒരു പാട്ടും പാടും ഞാൻ. ദാ ഇങ്ങനെ. ഒട്ടകത്തെ കെട്ടിക്കോ, കെട്ടിയാകെ ഒട്ടിക്കോ, വട്ടവട്ട പട്ടുകാരി. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഹായ്, ഗുഡ് മോർണിംഗ്. ഹൗസ് എവറിത്തിങ്? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണ് മാഡം. ആൻഡ് വെൽക്കം ബാക്ക് മാഡം. മാഡം ഇല്ലെങ്കിൽ ഈ ഓഫീസിൽ ഒരു ഐശ്വര്യം ഇല്ല. എല്ലാവർക്കും ഉറക്കം തൂങ്ങിയ മട്ട. അതെ മാഡം, ഇടയ്ക്കുള്ള മാഡത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴാ ഞങ്ങൾക്കൊരു എനർജി വരുന്നത്. വി മിസ് യു ലോട്ട്. ആഹാ, അതൊക്കെ കഴിഞ്ഞല്ലോ. അല്ല, എന്തിനാ ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ? എല്ലാം എനിക്ക് വേണ്ടി രവിവർമ്മൻ സാർ ചെയ്യിച്ചതാണോ എന്റെ കമ്മിങ് ബാക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ? ഓഫ് കോഴ്സ് യെസ്. സാന്ദ്രമ്മയുടെ ഉടൻ വരുമെന്ന് സാറ് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇന്നെന്തോ സ്പെഷ്യൽ ഡേ ആണെന്ന് തോന്നുന്നു. ദാറ്റ്സ് നൈസ്. എനിവേ, താങ്ക് യു ആൻഡ് കീപ് ദി സ്പിരിറ്റ്. നൗ യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ വർക്ക്. ഓക്കെ മാം. ഓക്കെ. പക്ഷേ ഒരു കാര്യം എനിക്ക് തന്നോട് പറഞ്ഞേ പറ്റൂ. സൺഡ, ലുക്ക്, നമ്മൾ ഇരുവർക്കുമിടയിൽ ഒരു പ്രൊഫഷണൽ ലൈഫ് അല്ലാതെ ഒരു പേഴ്സണൽ ലൈഫിന് സ്ഥാനമുണ്ടാകാൻ പാടില്ല. അതാണ് എന്റെ സ്റ്റാൻഡ്. എനിക്ക് തന്നെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്, ഒപ്പം ബഹുമാനവും. പക്ഷേ താൻ കരുതുന്ന പോലെ ഒരിക്കലും എനിക്ക് തന്നോടുള്ളത് പ്രണയമല്ല. അത് താൻ മനസ്സിലാക്കണം. എനിക്കൊരിക്കലും പ്രേമത്തിന്റെ കണ്ണിൽ തന്നെ നോക്കാൻ കഴിയില്ല സാൻഡ്ര. കഴിയില്ലാത്തതുകൊണ്ട് ഐ എം സോറി സാൻഡ്ര. I'm really very, very sorry.
ഇനി അഥവാ എനിക്ക് തന്നോട് പ്രേമമാണെന്ന് കരുതി ഞാൻ എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് ഞാനിപ്പോ ക്ഷമ ചോദിക്കുക. ഡെലിബറേറ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും ചെയ്യില്ലത്. എന്റെ ആഗ്രഹം നമ്മൾ നേരത്തെ എങ്ങനായിരുന്നോ അതുപോലെ തന്നെ തുടരണമെന്ന്. സന്ദ്ര, പ്ലീസ്, ഇനി മുതൽ ഈ വിഷയം നമ്മൾ ചിന്തിക്കാനോ സംസാരിക്കാനോ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും. ഈ ഒരു കാര്യം ഒഴികെ തന്റെ സങ്കടങ്ങളിൽ എന്നും എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും. തന്റെ സന്തോഷങ്ങളിൽ ഞാൻ പങ്കുചേരും. ഒരു സഹപ്രവർത്തകനായി, ഒരു സുഹൃത്തായി എപ്പോഴും കൂടെ ഉണ്ടാവും. അത് മാത്രമേ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. അത് മാത്രം. ഇന്ന് തന്നെ എനിക്കത് അവസാനിപ്പിക്കാൻ പറ്റി. അതാണ് വലിയ കാര്യം. സർ, അച്ഛനാ സർ. ഹലോ അച്ഛാ. ആ മോളെ, വൈകുന്നേരം നിന്നോട് നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അച്ഛാ, അത് പിന്നെ ആ നോക്ക്, ഇനി മുതൽ കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി വേണം പ്രവർത്തിക്കാൻ. അത് ഓർമ്മപ്പെടുത്താനാ ഞാൻ തന്നെ നേരിട്ട് നിന്നെ ഫോൺ വിളിച്ചത്. ശരി അച്ഛാ, ഞാനിപ്പോ തന്നെ പുറപ്പെടാം. ഉടൻ. ശരി മോളെ, അച്ഛൻ ഫോൺ വയ്ക്കുക. ശരി. സർ, സാർ എനിക്ക് പ്രൊമോഷൻ തന്നതിന് വീട്ടില് ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനാ അച്ഛൻ വിളിച്ചത്. പെട്ടെന്ന് ചെല്ലാൻ. അപ്പോ ഞാൻ പോയിക്കോട്ടെ സർ. പാർട്ടിയോ? അത് കൊള്ളാലോ. എന്നിട്ട് എന്നെ വിളിക്കുന്നില്ലേ പാർട്ടിക്ക്? സോറി സർ, അച്ഛൻ ഇവിടേക്ക് ജോലിക്ക് വിട്ടെങ്കിലും സാറിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നതും സാറിനോട് ഞാൻ ക്ലോസ് ആകുന്നതും അച്ഛനത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതുമല്ല, ഈ പാർട്ടിക്ക് വീടിന് ചുറ്റുമുള്ളവരെ ക്ഷണിച്ചിട്ടുള്ളൂ. സാർ അവിടേക്ക് വരികയാണെങ്കിൽ ചിലപ്പോ അറ്റ്മോസ്ഫിയർ തന്നെ വേറെ രീതിയിലായിപ്പോവും. ഐ അണ്ടർസ്റ്റാൻഡ്. തന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാ. താൻ പോയിക്കോ. ടേക്ക് കെയർ. ഷുവർ സർ. സീ യു. എന്താ സാർ പറഞ്ഞത്? അല്ല, സാറിന് ഇനി എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോന്ന്? അത്രേ ഉള്ളൂ. തനിക്കെന്തെങ്കിലും? എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ സർ. ഹലോ, എന്താ മാഡം, ആരെയാ നോക്കി നിക്കുന്നേ? ഒന്ന് പോടി, ഞാൻ ആരെയും നോക്കുന്നൊന്നുമില്ല. ഈശ്വര, ഞാൻ ക്ഷണിച്ചില്ലെങ്കിലും സാറൊന്ന് വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. വരൂ സാറിപ്പോ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സത്യം പറഞ്ഞാ എനിക്ക് 1-2 എൻഗേജ്മെന്റ്സും കൂടി ഉണ്ടായിരുന്നതാ.
മായേച്ചി ഉടനെ എത്താൻ പറഞ്ഞതുകൊണ്ടാ നേരെ ഇങ്ങ് വന്നത്. ഇടയ്ക്ക് ഫിറ്റ്സ് വരുന്ന പോലെ അമ്മയുടെ ശരീരം മുഴുവൻ വിറച്ചു. ആ, അത് ഇടയ്ക്ക് ഉണ്ടാവുന്നതാ. അല്പം കഴിഞ്ഞ് നോർമൽ ആവും. ഡേഞ്ചറസ് അല്ല. അത് കണ്ടിട്ടാണോ ഉടനെ വരാൻ മായേച്ചി എനിക്ക് ഫോൺ ചെയ്തത്? മുൻപുണ്ടായിരുന്ന കാര്യം എനിക്കറിയില്ല. എന്നാ ഇപ്പോ ഞാൻ അമ്മയിൽ കണ്ട കാഴ്ച ഡേഞ്ചറസാ. ഫിറ്റ്സ് വരുമ്പോ ഒരുതരം ബോധക്കേടുണ്ടായി ബോഡിയുടെ പ്രവർത്തനം തന്നെ നിലയ്ക്കാണ്. പെട്ടെന്ന് ഓക്സിജൻ കിട്ടാതാവും. അപ്പൊ ബോധം വരുമ്പോ ശ്വസിക്കാനുള്ള വെപ്രാളം കൂടും. എല്ലാം കൂടെ ഹൃദയത്തിന് പ്രഷർ കൊടുക്കുന്നത്. നമുക്ക് ഉടനെ തന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അല്ലെങ്കിൽ സോറി കുട്ടി, സ്ഥിതി ഇതാണെങ്കിൽ ചിലപ്പോ ഈ രാത്രി തികച്ചൊന്നും വരില്ല. മൈ ഗോഡ്. വേണ്ട വേണ്ട വേണ്ട, ഞാനൊരു വയസ്സായി വരുന്ന സ്ത്രീയാ. ഇനിയിപ്പൊ ജന്മദിനം ആഘോഷിച്ചിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? ആർക്കും ഒന്നും കിട്ടാനല്ല മദറിലോ, എല്ലാം ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ. ഇന്നാള് നമ്മള് വെഡിങ് ആനിവേഴ്സറി നടത്തിയില്ലേ, അന്ന് മദറിലോ എത്ര ഉത്സാഹത്തിലാ പങ്കെടുത്ത. പിന്നെ ഇപ്പൊ എന്താ? നിങ്ങൾ ചെറുപ്പക്കാരാ, ജീവിതം തന്നെ ആഘോഷമാക്കി മാറ്റണമെന്നാ എന്റെ അഭിപ്രായം. പക്ഷെ എന്റെ കാര്യം എന്ത് കാര്യം അമ്മയെ ന്യായമായിട്ട് പറയാൻ നോക്കുന്നത്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച് മണ്ണടിഞ്ഞു പോയ മഹാന്മാരുടെ ജന്മദിനങ്ങൾ വരെ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പിന്നെന്താ ജീവിച്ചിരിക്കുന്ന അമ്മ വയസ്സായെന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കുന്നത്? അതെ അതെ. പ്ലീസ് മദറിലോ, ഇത്തവണ നമുക്ക് ഈ ബർത്ത്ഡേ അടിപൊളിയാക്കിയാലേ പറ്റൂ. എന്താണ് ഒരു സീരിയസ് ഡിസ്കഷൻ? ചേട്ടായി വന്നല്ലോ. ദേവി, ഇവരുടെ ഇടയിൽ നിന്ന് നീ ഒന്ന് എന്നെ രക്ഷിച്ചേ പറ്റൂ പ്ലീസ്. ഞാൻ എത്ര പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ലടാ. എന്തു പറ്റിയമ്മേ? എന്താ വിഷയം? നോ നോ നോ, ഇക്കാര്യത്തില് ബ്രദറിലോ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നമ്മളെ വേണം സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾ കാര്യം എന്താണെന്ന് പറഞ്ഞാലേ എനിക്കറിയാൻ പറ്റൂ. ഇതിപ്പോ ഒന്നും മനസ്സിലാതെ ഞാൻ എങ്ങനെ ആരെ സപ്പോർട്ട് ചെയ്യാനാ? കാര്യം വേറൊന്നുമല്ല, എന്റെ ബർത്ത്ഡേക്ക് പാർട്ടിയും ഗിഫ്റ്റും ഒന്നും വേണ്ടാന്ന് ഇവരോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല രവി. അമ്മയ്ക്കൊരു അമ്പലത്തിൽ പോക്കും വഴിപാടും അനാഥാലയത്തിൽ ആഹാരം കൊടുക്കലും മാത്രം മതിയെന്നാ. വയസ്സായി വരുന്നോണ്ട് സെലിബ്രേഷൻസ് ഒന്നും വേണ്ടെന്നാ പിടിവാശി. ഓക്കെ ഓക്കെ, മനസ്സിലായി. അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന് ആരും നിർബന്ധിക്കില്ല അമ്മ. നിർബന്ധിക്കോടാ ബ്രദറിലോ. രേഖ, ചേട്ടായും അമ്മയുടെ കൂടെയാണെങ്കിൽ നമുക്ക് ഈ സെലിബ്രേഷൻസ് വേണ്ടാന്ന് വെക്കാം. തനിക്ക് ഇതൊക്കെ ചെറുതായിട്ട് തോന്നും, പക്ഷെ എന്നെപ്പോലുള്ളവർക്ക് താൻ നൽകുന്ന പാർട്ടികളൊക്കെ വളരെ സന്തോഷം നൽകുന്നത്. പണ്ട് നമ്മൾ ഗാന്ധിനഗർ പാർക്കിൽ ചുറ്റിക്കറങ്ങിയതും അവിടെ വെച്ച് താൻ നൽകിയ പാർട്ടിയുമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പാർട്ടി. അതുപോട്ടെ, ഏതായാലും ഇന്ന് തന്നെ പുതിയ ക്യാബിനെ സ്വീകരിച്ചിരുത്താന്ന് കരുതിയതാ. പക്ഷെ മറ്റെന്തൊക്കെയോ സംഭവിച്ചു. ഐ എം സോ സോറി. അയ്യോ, സോറി ചോദിക്കാൻ വേണ്ടി സാറുടെ തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ശരിയാ, തെറ്റൊന്നും ചെയ്തില്ല. പക്ഷേ സ്വല്പം ലേറ്റായി തുടങ്ങിയോ എന്നൊരു സംശയം. ലേറ്റ് ആയിട്ട് തുടങ്ങിയെന്നോ? അതെ, തന്നെ എന്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. എന്താ സർ, എന്താ സാർ ഈ പറയുന്നേ? സാറിന്റെ അമ്മ എനിക്ക് പരിചയപ്പെടുത്താന്നോ? അതെ, അമ്മ നമ്മുടെ കമ്പനിയിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൊരാണ്. നമ്മുടെ കമ്പനിയിൽ പ്രധാനപ്പെട്ട സീനിയർ മോസ്റ്റ് പൊസിഷനിലുള്ളവരാണ്. ആരെങ്കിലും കമ്പനിയിൽ പുതുതായിട്ട് ചാർജ് എടുക്കുകയാണെങ്കിൽ ആ ആളെ അമ്മയെ ഓഫീസിൽ വരുത്തി പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഒരു കീഴ്വഴക്കമാണ് നമ്മുടെ കമ്പനിയിൽ. സാൻഡ്രൽ അറേഞ്ച് ചെയ്യോടെ. അല്പം കഴിയുമ്പോ രാജാറാം തന്നെ ഫോൺ ചെയ്യും. നാളെ തന്നെ. ഓ മൈ ഗോഡ് സർ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാ തോന്നുന്നത് ഇപ്പോ.
മേ ബി യു ആർ റൈറ്റ്. ഇത് തന്റെ വലിയൊരു സ്വപ്നത്തിന്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. ഇനിയും വലിയ വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം. യു നോ വൈ? ജസ്റ്റ് ബിക്കോസ് താനിപ്പോ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്താനുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്, ദാറ്റ്സ് ഓൾ. പക്ഷെ സർ, എനിക്കിതും വളരെ വലുതാ. ഞാൻ സങ്കല്പിക്കുന്നതിനേക്കാളും വളരെ വളരെ വലുത്. അതിനൊരുപാട് നന്ദിയുണ്ട് സാറിനോട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഹലോ സർ, എന്താ സാറിന് മിണ്ടാത്തെ? ഞാൻ തെറ്റായിട്ട് വല്ലതും പറഞ്ഞു സാറിനോട്? ഏയ്, അങ്ങനൊന്നുമില്ല. രാജാറാം ഫോൺ വിളിച്ചോണ്ടിരിക്കുക. അതെന്താണെന്ന് നോക്കിയായിരുന്നു ഞാൻ. ഓ ശരി സർ, എന്നാ നടക്കട്ടെ, ഞാൻ ഫോൺ വെക്കാം. ഏയ് നോ നോ, ഇറ്റ്സ് ഓക്കെ. അല്ല ശ്രീലക്ഷ്മി, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. താൻ എനിക്കൊരു മഫ്ലർ ഗിഫ്റ്റായിട്ട് തന്നില്ലേ? അതെന്തിനായിരുന്നു മഫ്ലർ? വേറെ എന്തെല്ലാം ഗിഫ്റ്റുകൾ തരാൻ പറ്റും? എന്നിട്ടും അതെന്താ സാർ ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നത്? മഫ്ലർ ഇഷ്ടായെന്നല്ലേ സാർ പറഞ്ഞത്? ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. പക്ഷെ അതല്ല, താൻ ഗിഫ്റ്റായിട്ട് മഫ്ലർ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? അതാണ് എന്റെ ചോദ്യം. അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടല്ല സർ. തണുപ്പ സമയത്ത് സാറിന് ചൂട് കിട്ടിക്കോട്ടെ എന്ന് കരുതി. പറയൂ, എവിടെ എത്തി? ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം, കൃത്യമായിട്ട് കേൾക്കൂ. മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റ്, പനിക്കാസ് ലൈൻ, 50 മീറ്റർ മുന്നോട്ട്. മനസ്സിലായില്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചൂടെ നിങ്ങൾക്ക്? സാൻഡ്ര, നമ്മളിവിടെ നിൽക്കല്ലേ, ഞാൻ സംസാരിക്കാം. പൊളിക്കതാ. ഹലോ ഹലോ, വഴി മനസ്സിലായി തോന്നുന്നു. ഫോൺ കട്ടായി. സർ, ഒരു മിനിറ്റ്. നീ പറഞ്ഞ സത്യമാണോ ഇത്? സാന്ദ്ര മാഡത്തിന്റെ അമ്മയ്ക്ക് പ്രായമുണ്ടെന്ന് മായ പറഞ്ഞിരുന്നതാ. പക്ഷെ മരിക്കാനുള്ള പ്രായമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കഷ്ടമായി പോയല്ലോ. അമ്മ, എനിക്ക് അങ്ങോട്ട് പോണം. ഞാൻ പോയിട്ട് വരട്ടെ. പോണം? പക്ഷേ ഈ നേരത്ത്? ആ ശരി, കൂട്ടിന് അച്ഛനെയും കൂടെ വിളിച്ചോണ്ട് പോ. അയ്യോ, അത് വേണ്ടമ്മേ. എല്ലാരും കൂടി ചെന്നാൽ സാന്ദ്ര മാമന് വിഷമം കൂടേ ഉള്ളൂ. ഇതിപ്പോ ഞാൻ അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് തല കാണിച്ചിട്ടെങ്കിൽ വന്നോളാം. ദീപു എന്നെ ബൈക്കിൽ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാൻ നേരിട്ടുണ്ട്. അതെ ആന്റി, ഞാൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നോളാം. ആന്റി പേടിക്കണ്ട. ശരി, പോയിട്ട് വേഗം തിരിച്ചു വരണം. ശരി അമ്മേ. ദീപു, സൂക്ഷിച്ചു പോണേ മോനെ. ശരി ആന്റി, സൂക്ഷിച്ചു പോവാം. ശ്രീ, നിനക്ക് പോയേ പറ്റുള്ളൂ ഈ രാത്രിയില്? പോയേ പറ്റുള്ളൂ. രവിവർമ്മൻ സാർ അവിടെ ഉണ്ട്. എനിക്ക് പോണം. ദീപു, വണ്ടി എടുക്ക. ഞാൻ പോയി കീ എടുത്തോണ്ട് വരട്ടെ. നീ ഇതെവിടെ പോകുന്നു? അതെങ്കിൽ ശ്രീയുടെ ഓഫീസിലുള്ള ഒരാളുടെ അമ്മ മരിച്ചുപോയി.
ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല. ഞാനാ ദീപുനോട് പറഞ്ഞത് ശ്രീയെ ഒന്ന് അവിടം വരെ കൊണ്ടുപോയിട്ട് വരാൻ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നേ? അല്ലമ്മേ, സംഭവിച്ചത് ഒരു മരണമല്ലേ. ശ്രീക്കാണെങ്കിൽ പോയേ പറ്റൂ. ഇതിപ്പോ രാത്രിയും. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ സഹായിക്കുന്നത് മനുഷ്യത്വമാണ്. എന്നാ എനിക്ക് ആ മനുഷ്യത്വം അല്പം കുറവാ. അല്ലെങ്കിൽ തന്നെ നീ ആരടാ? ഇവളുടെ ഡ്രൈവറാണോ? എവിടെ കൊണ്ടാക്കാനും തിരിച്ചു വിളിച്ചോണ്ടുവരാനും? ഇതിനൊക്കെയുള്ള പെട്രോൾ അടിക്കാനുള്ള കാശ് ആര് തരും? എവളുടെ അച്ഛൻ സുദർശൻ തരുമോ? ഇല്ലല്ലോ. എവന്റെ മോഹൻ നോക്കോപ്പി കാഴ്ച ബംഗ്ലാവിനെ കൊരങ്ങനെ പോലെയുണ്ട്. നമ്മൾ എന്തെപ്പോഴും ആഗ്രഹിക്കുന്നുവോ ഒടുവിലത് കിട്ടിയിരിക്കുമെന്ന് പറയാറുണ്ട്. അമ്മയുടെ കാര്യത്തില് അത് വളരെ ശരിയായിരുന്നു. ഷീസ് ലക്കി. 10 വർഷങ്ങളായുള്ള അമ്മയുടെ ആഗ്രഹം പോകുന്നതിന് മുമ്പ് ദൈവം നിറവേറ്റുകയായിരുന്നു. ഒരുപാട് നാളുകളായി പറയുന്നുണ്ടായിരുന്നു സാറിനെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ. ഞാന് വേണോ വേണ്ടയോന്ന് ആലോചിച്ച് വെറുതെ നീട്ടിക്കൊണ്ടു പോയത്. ബട്ട് നൗ സാറ് വന്നതുകൊണ്ട് ജീവിതത്തില് സാർ എന്നോടൊപ്പം ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടും ഉറപ്പോടും കൂടിയാ അമ്മ പോയത്. സാറ് മായേച്ചിയോട് ചോദിച്ചു നോക്കാം. ഞാൻ രാവിലെ ഇന്ന് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ ഇന്ന് പോയേ തീരുവോ എന്നമ്മ ചോദിച്ചു. അമ്മ സാധാരണ അങ്ങനെ ചോദിക്കാറേയില്ല. അപ്പോഴൊന്നും ഞാൻ കരുതിയില്ല എന്റെ അമ്മ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്ന് തോന്നും. അതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടും വേണ്ടാന്ന് പറഞ്ഞ് വാശി പിടിച്ചത്. എനിവേ അമ്മ സന്തോഷത്തോടെ പോയി. മായേച്ചി, ഇനി മുതല് മായേച്ചിയുടെ സഹായം ആവശ്യമില്ല ഇവിടെ. മായേച്ചിക്ക് എന്നിൽ നിന്നും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും വന്നാ മതി. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഞാനിന്ന് ഇവിടെ നിൽക്കാന്നാ കരുതിയത്. ഇനിയിപ്പോ രവി സാർ ഇവിടെ ഉണ്ടല്ലോ, അപ്പോ ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഇനി? ഇല്ല മായേച്ചി, സാറ് കുറച്ചു കഴിയുമ്പോ പോവും. ഇല്ല സാൻഡ്ര, ഇന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വീട്ടിൽ പോകുന്നില്ല. സാർ, ഐ ഷുവർ? യെസ്. ആ ശ്രീകുട്ടി, നീ വരില്ല എന്നാണല്ലോ വിചാരിച്ചേ. ഇത്രയും ലേറ്റ് ആയിട്ട് വന്ന എന്തിനാ, അതും ഒറ്റയ്ക്ക്? മായച്ചി, സാന്ദ്ര മാഡത്തിനിപ്പോ എങ്ങനെയുണ്ട്? വല്ലാത്ത വിഷമത്തിലായിരിക്കുമല്ലേ? ആ കുട്ടിയുടെ മനസ്സ് ഭയങ്കര സ്ട്രോങ്ങാ. പോരാത്തതിന് രവിസാറും അടുത്തുണ്ട്. ഇനി വേറെ ആരും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. അതാ ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചത്. വാ പോവാം നമുക്ക്. ഇല്ല മായച്ചി, ഞാൻ സാന്ദ്ര മാഡത്തിനെ കണ്ടിട്ടേ വരുന്നുള്ളൂ. വേണ്ട ശ്രീകുട്ടി, അത് വേണ്ട. ഇനി അതെന്താ വേണ്ടാത്തെ? ആ കുട്ടി ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. ഇനിയിപ്പോ അവിടെ കയറി നീ എന്ത് സംസാരിക്കാൻ? അതുമല്ല, രവിവർമ്മ സാറും അവിടെയുണ്ട്. ഇനിയിപ്പോ ഈ അസമയത്ത് നീ അവിടെ കയറി ചെല്ലുന്നത് ശരിയല്ല. രവി സാർ അവിടെ ഇരിക്കുന്ന എന്തിനാ മായച്ചി? സാറെന്താ രാജാറാം സാറിനോടൊപ്പം പോവാത്തെ? അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല ശ്രീകുട്ടി. സാന്ദ്ര മാഡത്തിന് സാർ അവിടെ ഇരിക്കുന്നത് വലിയ ആശ്വാസമായിരിക്കും. ഇപ്പൊ അവര് മാത്രം അവിടെയുള്ളൂ. മാഡത്തിന് അല്പം സമാധാനം കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന്. അവർക്കിടയിൽ നീ ഇപ്പൊ കയറി ചെല്ലണ്ട. മായച്ചി എന്തിനാ എന്നെ ഇങ്ങനെ തടയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് രണ്ടുപേരും മാത്രമുള്ളതിന് എനിക്കെന്താ? ഞങ്ങള് മൂന്നാളും ഒരേ ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരല്ലേ? നീ എന്തിനാ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിക്കുന്ന ശ്രീ? നിനക്ക് അല്പം പോലും ബോധമില്ലേ? വാ, എന്റെ കൂടെ വാ. വരാൻ. ഇല്ല മായച്ചി, ഞാൻ രവി സാറിനെ സാന്ദ്ര മാഡത്തിനെ കണ്ടിട്ടേ വരുന്നുള്ളൂ. മായച്ചി പോയിക്കോ, ഞാൻ പിന്നീട് വന്നോളാം. പിന്നീട് നീ എങ്ങനെ മടങ്ങി വരും? അത് ഈ രാത്രിയില്? അത് ദീപുവിനെ ഫോൺ ചെയ്താ മതി. അവൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. മായച്ചി പോയിക്കോ. ശ്രീകുട്ടി, ഞാൻ പറയുന്ന കേക്ക്. നീ വെറുതെ വാശി പിടിക്കല്ലേ. മായച്ചി പ്ലീസ്, ഞാൻ ബോധത്തോടെ തന്നെയാ സംസാരിക്കുന്നത്. എനിക്ക് സാന്ദ്ര മാഡത്തിനെ കാണണം. മായച്ചി പോയിക്കോ, ഞാൻ വന്നോളാം. ശരി, ഞാൻ പോണെങ്കി പോയിക്കോളാം. പക്ഷെ നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി
ഇനി നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ വിട്ടു. സാൻഡ്ര പ്ലീസ്, ഞാൻ പറയുന്നത് താൻ കേൾക്ക്. സാൻഡ്ര, better you sleep now. ഉറങ്ങിക്കോളൂ, അതാ നല്ലത്. I'm sorry, sir. I'm really sorry. Hey, come on. ഉറങ്ങിക്കോളൂ. It's okay. It's okay. ദാ ഇവിടെ കിടക്കാം. ഇതിപ്പോ എന്താ ഏതാന്ന് ചോദിച്ചാൽ ശരിയാവില്ല. എന്നാലും ഇവളുടെ മേലൊരു കണ്ണ് വേണം. ഞാനായിട്ട് കുഞ്ഞുമേരെ കുടുംബത്തിനൊരു ദോഷം വരാൻ പാടില്ല. ആ ശ്രീകുട്ടി, നീ ഇപ്പൊ വരുന്നേ ഉള്ളോ? എന്താ താമസിച്ച്? അത് പിന്നെ രാവിലെ ഇറങ്ങിയതാ മായേച്ചി. ഓട്ടോറിക്ഷ കിട്ടാൻ താമസിച്ചു. ഓട്ടോറിക്ഷയോ? ആ അതെ. മായേച്ചി എങ്ങോട്ടാ ഇത്? ഞാൻ എന്റെ ഒരു പരിചയക്കാരിയെ കാണാൻ. ആ എന്നാ പിന്നെ നടക്കട്ടെ. ഞാൻ ഓഫീസിൽ പോനെ താമസിക്കും. നമുക്ക് പിന്നെ കാണാം. അപ്പുറത്തെ സരോജമ്മയുടെ വീട്ടിൽ നടക്കുന്ന കാര്യം വല്ലതും അറിയുന്നുണ്ടോ നീ? ഇല്ല. എന്തു പറ്റി അവിടെ? എടി, ആ ശ്രീലക്ഷ്മി ഇന്നലെ രാത്രി ഇവിടെ ഈ വീട്ടിൽ തിരിച്ചു വന്നിട്ടില്ല. ഇന്ന് രാവിലെ രവിവർമ്മനെ അവളെ കൊണ്ടാക്കിയിട്ട് പോയത്. രവിവർമ്മനോ? അതേന്ന്. സംഗതി അധികം ആരും കണ്ടിട്ടില്ല. ഇന്നലെ രാത്രി മോനെയും കൊണ്ടുപോകാൻ അവൾക്ക് എന്ത് ഉത്സാഹമായിരുന്നു. ഇപ്പൊ മനസ്സിലായി. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അത് മുൻകൂട്ടി ചിലത് കണ്ടിട്ടാണെന്ന്. അവരായി അവരുടെ പാടായി. നമ്മൾ എന്തിനാ ചേട്ടാ അവരുടെ കാര്യം ശ്രദ്ധിക്കുന്നത്? അവള് രാത്രിയും പകലും അസമയത്തും ഒക്കെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പോകുകയും വരികയൊക്കെ ചെയ്യുന്നത്. അതെ, അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ആ പെണ്ണ് എന്തെങ്കിലും പേരുദോഷം വരുത്തിയ ഈ കോളനിയിലുള്ളവർക്കല്ലേ നാണക്കേട്. നീ പറഞ്ഞതുപോലെ പണ്ടിവൾ കോയമ്പത്തൂർ പോയിട്ടും ഇതുപോലെ ഒരു കൊച്ചു വെളുപ്പം കാലത്താ തിരിച്ചു വന്നത്. അന്നുകൊണ്ടാക്കിയത് ഈ രവിവർമ്മന്റെ ഒരു ഡ്രൈവറാ. ഇതൊക്കെ അങ്ങ് കണ്ണടച്ചു കൊടുത്താ നാളെ നിന്റെ മോളും എന്റെ മോനും ചീത്തയായി പോവും. അതുകൊണ്ട് ഈ കോളനിയിലുള്ളവർ എന്റെ കൂടെ നിന്നാൽ ഇന്നേക്ക് 3-ാം പക്കം ഈ വീട്ടുകാരെ ഞാൻ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചു തരാം. നീ എന്തു പറയുന്നു? എന്ന് ചോദിച്ചാ അതത്ര എളുപ്പമൊന്നുമല്ല ചേട്ടാ. ഒന്നാമത് ചേട്ടൻ ഈ കോളനിയിൽ വന്ന് താമസിക്കുന്ന ആളാ. അവരാണെങ്കിൽ പണ്ടേ ഉള്ളവരും. തൽക്കാലം ചേട്ടനൊന്ന് അടങ്ങ്. ഞാൻ പുറത്തിറങ്ങി കാര്യങ്ങളൊന്ന് വിശദമായിട്ട് അന്വേഷിക്കട്ടെ.
എന്നിട്ട് മതി നമുക്ക് എന്തെങ്കിലും ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. ചേട്ടനിരിക്കെ, ഞാൻ ചായ എടുക്കാം. മോളെ, മോളെ, എന്തു പറ്റി? ഈ ലോകത്തൊന്നും അല്ലല്ലോ. ഓഫീസിൽ ജോലി കൂടുതലായിട്ട് പ്രൊമോഷന്റെ കൂടെ പ്രഷർ കൂടിയല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല അച്ഛാ. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ വന്ന് ലോകം മറന്നു നിൽക്കുന്നത്? മോളെ നോക്ക്, ഓഫീസ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെ മറക്കുന്നതാണ് നല്ലത്. കോടികളുടെ ബിസിനസ് ടെൻഷനൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആർക്കായാലും ഉറക്കം കിട്ടൂല. നീ ഇങ്ങനെ മനസ്താപപ്പെട്ട സ്വന്തം ആരോഗ്യമാണ് നശിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അങ്ങനത്തെ സ്ട്രെസ് ഒന്നും ഇല്ല അച്ഛാ. സത്യം പറഞ്ഞ ഞാൻ പറയുന്ന ചെറിയ ചെറിയ ഐഡിയകള് രവി സാർ ഉൾക്കൊള്ളാറുണ്ട്. മാത്രല്ല അതിലെ പല ഐഡിയകളും അഡോപ്റ്റ് ചെയ്ത് സക്സസ് ആവുകയും ചെയ്തു. അതൊക്കെ കാരണം എനിക്ക് രാജനന്ദിനി ഫാബ്രിക്സിന്റെ ഹെഡായിട്ട് പ്രൊമോഷൻ കിട്ടിയതും. നീ പറയുന്നത് ശരിയാ. എന്ന് വെച്ച് എപ്പോഴും ഓഫീസിലെ കാര്യങ്ങൾ ചിന്തിച്ചും രവി സാറിനെ പോയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം ഇനിയില്ല. ഇടയ്ക്ക് നിന്നെപ്പറ്റി വേണം ഇനി ചിന്തിക്കാൻ. ഈശ്വരമ്മ പറഞ്ഞതാ നിനക്ക് കല്യാണയോഗം വരാറായി എന്ന്. ഞങ്ങൾക്കും ഇനി അതാണ് ലക്ഷ്യം. അമ്മേ എന്തോന്നമ്മാകുമ്മാന്ന്. നിനക്ക് കമ്പനി എത്ര പ്രധാനാണോ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് നീ. അതെ, സരോജം പറഞ്ഞു നാളെ അഷ്ടമിയാണെന്ന്. ഈശ്വരിയമ്മ പറഞ്ഞ പോലെ നാളെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരണം. നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാലേ ഞങ്ങൾക്ക് രണ്ടാൾക്കും സമാധാനം കിട്ടൂ. ആ, നീ വാ. എന്തോ എനിക്കൊരു വല്ലാത്ത ഉത്കണ്ഠയാ സർ. ചിലപ്പോ സാർ എന്നിൽ നിന്നും അകന്നു പോകുന്നതായി തോന്നുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്നും അറിയില്ല എനിക്ക്. സാർ എന്നിൽ നിന്നും അകന്നു പോകാതിരിക്കാൻ എനിക്ക് സാറിനോടുള്ള വിശ്വാസം മാത്രമേ തുണയായിട്ടുള്ളൂ. സാറിന്റെ വാക്ക് കടമെടുക്കുക. ഐ ട്രസ്റ്റ് യു സർ. ഐ ട്രസ്റ്റ് യു അല്ല.